ഹലോ, ഇറ്റ്സ് മീ അജീഷ്. അങ്ങനെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. ഈ പടത്തിൽ ഉടനീളം കുഞ്ചാക്കോ ബോബനെ കാണാൻ സാധിക്കില്ല. പെർഫോമർ കുഞ്ചാക്കോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്ന് താൻ കേസ് കൂടുന്ന പടത്തിലും അതുപോലെ തന്നെയായിരുന്നു. അതിലും കുഞ്ചാക്കോ എന്നുള്ള പെർഫോമറിനെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം കാണുന്ന ഒരു ഉഗ്രൻ പടം. റൈറ്റിംഗ് ഷാഹി കബീർ, ഡയറക്റ്റഡ് ബൈ ജിത്തു അഷ്റഫ്, മ്യൂസിക് ജെക്സ് ബിജോയ്, എഡിറ്റിംഗ് ചമൻ ചാക്കോ. എല്ലാവരെയും എടുത്തു പറയണം. ഇതിന്റെ എല്ലാം ടെക്നിക്കൽ സൈഡായാലും എല്ലാം പടത്തിന്റെ മൊത്തത്തിൽ പരിപാടി ടോപ്പ് നോച്ച് പരിപാടിയായിരുന്നു. എല്ലാം ഒരു രക്ഷയില്ല. കിടിലം ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഗംഭീരമായ ഒരു കിടിലം പടം. മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ബീജം, വില്ലനൊക്കെ കൊടുത്തേക്കുന്ന ബീജം ഉണ്ടല്ലോ. ക്ലൈമാക്സിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ആ സാധനം പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. ഒരു ഫ്രഷ് ഫീലുള്ള ഒരു കിടില ഒരു വർക്ക് തന്നെയായിരുന്നു മ്യൂസിക് സൈഡും. സ്ക്രിപ്റ്റിങ്ങിന്റെ രീതി ഒരു രക്ഷയില്ല. ആദ്യം എഴുതി പിടിപ്പിച്ചേക്ക ഈ പടം. സിമ്പിൾ, നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡുള്ള ഒരു പടം അല്ല ഇത്. ഇതൊരു വെറൈറ്റി ഫീലുള്ള ഒരു സാധനമായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി റൈറ്റിംഗ് കൊണ്ട് തന്നെയാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. അത് നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. വെറുതെ ചുമ്മാ അല്ല, കിടിലം ഡയറക്ഷൻ ആയിരുന്നു. അടിപൊളി വർക്ക്. പിന്നെ ഞാൻ ഒറ്റ സജഷൻ ചെയ്യുന്നതാണ്, ഇതൊരു നല്ലൊരു തിയേറ്റർ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. കാരണം ഇതിന് മ്യൂസിക്കിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയും കിടിലം സാധനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ലൊരു തിയേറ്റർ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊരു ഫാമിലി ആയിട്ട് എല്ലാവർക്കും പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ത്രില്ലർ പടം. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു മർഡർ നടക്കുമ്പോൾ അന്വേഷിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു മൂഡ് പടമല്ല. ഇതൊരു നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ സംഭവം മനസ്സിലാവും. പക്ഷെ അത് പടത്തിൽ കാണണം. അത് സംഭവം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം നമ്മൾ കണ്ടറിയേണ്ട, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട, കണ്ട് ത്രില്ലടിക്കേണ്ട സാധനങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്റർ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടത്തില്ല. ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒന്നും ചിന്തിക്കേണ്ട, പോയി ഒറ്റ ഇരിപ്പിനെ കണ്ടുവോ കിഡിലെ സാധനമായിരിക്കും. ഒരു നഷ്ടം വരത്തില്ല. ഒരു മസ്റ്റ് വാച്ച് പടമാണ്. അത്ര ഗംഭീരമായ സാധനമാണ്. ഗംഭീരം. എല്ലാവരും പെർഫോമൻസ്, കുഞ്ചാക്കോ മാത്രമല്ല, ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ എല്ലാവരും നല്ല അടിപൊളി ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. വില്ലനെയൊക്കെ എടുത്ത് പറയണം. എനിക്ക് പേര് പെട്ടെന്ന് അറിയത്തില്ല പുള്ളിയെ. നമ്മുടെ ആനന്ദം സിനിമയിലെ കുപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, പുള്ളി വില്ലൻ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന്. ഇതിലെ വില്ലന്മാരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഒരു പടം, ഒരു ത്രില്ലർ പടം, എസ്പെഷ്യലി ഒരു ത്രില്ലർ പടം ഒരു ഉഗ്രനാവണം. ത്രില്ലർ എന്നല്ല, ഏതൊരു പടമായാലും ഉഗ്രനാവണമെങ്കിൽ അതിന്റെ വില്ലൻ സൈഡും ഹീറോയുടെ സൈഡും നല്ല ഈക്വാലിറ്റി വേണം. എന്നാലേ ആ പടം കണ്ടിരിക്കാനും പടം ഗ്രിപ്പിങ് ആവത്തുള്ളൂ. ഒരു സൈഡിൽ നിന്ന് ഹീറോ കയറിപ്പോയോ അല്ലെങ്കിൽ വില്ലൻ കയറിപ്പോയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം മതി. ഇത് അങ്ങനെയല്ല, രണ്ടുപേർക്കും ഈക്വാലിറ്റി ഉള്ള ഒരു ഇതാണ്. വില്ലന്റെ ഒരു സ്റ്റെപ്പ് കാണുമ്പോൾ ഹീറോ അതിനനുസരിച്ച് അതുപോലെ നല്ല കട്ടയ്ക്ക് വില്ലന്റെ സൈഡിൽ നിന്നായാലും നടന്റെ സൈഡിൽ നിന്നായാലും നല്ല കട്ടയ്ക്ക് കോമ്പറ്റീഷൻ കൊടുത്തിട്ടുള്ള കിടിലം പരിപാടി. വില്ലത്തരം ഫൈറ്റ് ഒക്കെ ഉണ്ട്, കിടിലം. വെറും വില്ലത്തരം മാത്രമല്ല, അടിപൊളി ഫൈറ്റിംഗ് ആയിരുന്നു ഇതില്. ആ ഒരു ടീമായിട്ടാണ്, ഗ്യാങ് ആയിട്ടാണ്. ആ ഗ്യാങ് മൊത്തത്തിൽ അടിപൊളി ഫൈറ്റ്. കുഞ്ചാക്കോയുമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ക്ലൈമാക്സ് വരുന്നുണ്ട്. അടിപൊളി തന്നെ, കിഡിലായിട്ട് കുഞ്ചാക്കോയെ നന്നായിട്ട് ആ ഫൈറ്റ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഫൈറ്റ് കൊറിയോഗ്രാഫി ഒരു രക്ഷ. പടത്തിന്റെ മൊത്തം പരിപാടിയും നീറ്റ് ആൻഡ് ക്ലീൻ, ഗംഭീര സാധനം. ഒരു സാധനത്ത് പോലും ഒരു ഇതും തോന്നിയിട്ടില്ല. വേറെ ഒന്നും പറയില്ല, പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കിടില സാധനം. ഓഫീസർ ഓൺ ഡ്യൂട്ടി.